ലോകം ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ആഗോളതലത്തിൽ ഇന്ധനവിലയെയും വിതരണ ശൃംഖലയെയും സാരമായി തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനും വിദേശ നാണയ ശേഖരം നിലനിർത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പൗരന്മാർക്ക് മുന്നിൽ 14 നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുകയാണ്. വെറുമൊരു ഉപദേശത്തിനപ്പുറം വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ ഓരോ ഇന്ത്യക്കാരനും സ്വീകരിക്കേണ്ട എക്കണോമിക് പാട്രിയോട്ടിസത്തിന്റെ ഭാഗമാണിത്. ഈ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും അവ നമ്മുടെ ജീവിതത്തെയും രാജ്യത്തെയും എങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒന്നാമത്തെ നിർദ്ദേശം വർക്ക് ഫ്രം ഹോം ആണ്. കോവിഡ് കാലത്ത് നാം ശീലിച്ച വർക്ക് ഫ്രം ഹോം രീതി വീണ്ടും നടപ്പിലാക്കാനാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നത്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുന്നതിലൂടെ കോടിക്കണക്കിന് ലിറ്റർ ഇന്ധനം ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കും. IT മേഖലയും മറ്റ് സേവന മേഖലകളും ഈ മാതൃക പിന്തുടരുന്നത് നഗരങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കാനും സഹായിക്കുമെന്നും കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടുന്നു. രണ്ടാമത്തെ നിർദ്ദേശം 1 വർഷത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കുക എന്നതാണ്. ഇന്ത്യക്കാർക്ക് സ്വർണത്തോടുള്ള കമ്പം ലോകപ്രസിദ്ധമാണ്. എന്നാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം ചിലവഴിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് സ്വർണ്ണ ഇറക്കുമതി. വിവാഹങ്ങൾക്കും ഉത്സവങ്ങൾക്കും വേണ്ടി സ്വർണം വാങ്ങുന്നത് കുറഞ്ഞത് 1 വർഷത്തേക്കെങ്കിലും ഒഴിവാക്കാനും പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നു. ഇത് രാജ്യത്തിന്റെ വിദേശ നാണ്യ ചോർച്ച തടയാൻ വലിയ തോതിൽ സഹായിക്കും. മൂന്നാമത്തെ നിർദ്ദേശം പെട്രോൾ ഡീസൽ ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നതാണ്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ആവശ്യത്തിന്റെ 85% ഇറക്കുമതിയാണ് ആശ്രയിക്കുന്നത്. യുദ്ധം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $126 മുകളിലേക്ക് എണ്ണവില ഉയരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് കടുത്ത വെല്ലുവിളിയാണ്. അതിനാൽ ഇന്ധനം അതീവ ജാഗ്രതയോടെയും മിതമായും ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. നാലാമത്തേത് പൊതുഗതാഗതം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ്. സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം മെട്രോ ട്രെയിനുകൾ, ബസ്സുകൾ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇത് വ്യക്തിഗത ചിലവ് കുറയ്ക്കുമെന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഇന്ധന ഉപഭോഗം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യം വിദേശ യാത്രകളും വിദേശത്തെ ഡെസ്റ്റിനേഷൻ വിവാഹങ്ങളും ഒഴിവാക്കുക എന്നതാണ്. മധ്യവർഗക്കാർക്കിടയിൽ വിദേശ ടൂറിസവും വിദേശ രാജ്യങ്ങളിൽ വെച്ച് വിവാഹം നടത്തുന്ന രീതിയും വർദ്ധിച്ചു വരികയാണ്. ഇത് നമ്മുടെ പണം വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുക്കുന്നതിന് തുല്യമാണ്. അടുത്ത 1 വർഷത്തേക്ക് ഇത്തരം വിദേശ യാത്രകൾ മാറ്റിവെക്കാനും പകരം ഇന്ത്യയിലെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ആറാമത്തേത് സോളാർ പമ്പുകളുടെയും സോളാർ ഊർജത്തിന്റെയും ഉപയോഗമാണ്. കാർഷിക മേഖലയിൽ ഡീസൽ പമ്പുകൾക്ക് പകരം സോളാർ പമ്പുകൾ ഉപയോഗിക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കണം. PM കുസും പോലുള്ള പദ്ധതികൾ വഴി സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് വഴി കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനും രാജ്യത്തിന്റെ ഡീസൽ ഇറക്കുമതി കുറയ്ക്കാനും സാധിക്കും. 7 ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ഭാവി ഇലക്ട്രിക് വാഹനങ്ങളുടേതാണ്. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇലക്ട്രിക് കാറുകളും സ്കൂട്ടറുകളും തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ തയ്യാറാകണം. ഗവൺമെന്റ് നൽകുന്ന സബ്സിഡികൾ പ്രയോജനപ്പെടുത്തി ഈ മാറ്റത്തിന് തുടക്കം കുറിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. 8 ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുക. നമ്മുടെ അടുക്കളകളിൽ ഉപയോഗിക്കുന്ന പാചക എണ്ണയുടെ വലിയൊരു ഭാഗം മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുന്നത് വിദേശ നാണ്യം ലാഭിക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. 9ാമത്തെ കാര്യം രാസവളങ്ങളുടെ ഉപയോഗം പകുതിയായി കുറയ്ക്കുക. മണ്ണിലെ പോഷകാംശം നശിപ്പിക്കുന്ന രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കാൻ അദ്ദേഹം കർഷകരോട് ആവശ്യപ്പെടുന്നു. രാസവള ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാം. പകരം പ്രകൃതിദത്ത കൃഷിരീതികളിലേക്ക് മാറാനും പ്രധാനമന്ത്രി പ്രോത്സാഹനം നൽകുന്നുണ്ട്. 10ാമത്തെ കാര്യം കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഒരേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നവർ ഒരേ വാഹനം പങ്കിടുന്ന രീതി സ്വീകരിക്കുന്നത് വഴിനിരത്തുകളിലെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനും ഇന്ധനം ലാഭിക്കാനും സാധിക്കും. നഗരപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത് എളുപ്പത്തിൽ നടപ്പിലാക്കാവുന്നതാണ്. 11 ഗുഡ്സ് ട്രാൻസ്പോർട്ടിന് റെയിൽവേ ഉപയോഗിക്കുക എന്നതാണ്. റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം കൂടുതൽ ഇന്ധനം ആവശ്യപ്പെടുന്നുണ്ട്. അതിനാൽ ബിസിനസ്സുകാരും വ്യാപാരികളും തങ്ങളുടെ ചരക്കുകൾ നീക്കം ചെയ്യാൻ ട്രക്കുകൾക്ക് പകരം ട്രെയിനുകൾ തിരഞ്ഞെടുക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകുന്നു. ഇത് ലോജിസ്റ്റിക്സ് ചിലവ് കുറയ്ക്കാനും സഹായകരമാകും. 12 വിർച്വൽ മീറ്റിംഗുകൾ പ്രോത്സാഹിപ്പിക്കുക. ഓഫീസ് ആവശ്യങ്ങൾക്കായി ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒഴിവാക്കി സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലുള്ള വെർച്വൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കണം. ഇത് സമയവും ഇന്ധനവും ലാഭിക്കാൻ സഹായിക്കും. 13 നിത്യോപയോഗ സാധനങ്ങളിൽ ഇന്ത്യയിൽ നിർമ്മിച്ചവ തിരഞ്ഞെടുക്കുക. രാവിലെ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ രാത്രിയിൽ ലൈറ്റ് വരെ നാം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ എത്രത്തോളം വിദേശ ഉൽപ്പന്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുകയും അവയ്ക്ക് പകരം ഇന്ത്യൻ ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കുകയും വേണം. വോക്കൽ ഫോർ ലോക്കൽ എന്നത് നമ്മുടെ ജീവിതശൈലിയായി മാറണമെന്നും പ്രധാനമന്ത്രി പറയുന്നു. 14 സാമ്പത്തിക അച്ചടക്കവും രാജ്യ താല്പര്യവുമാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ വെറും ഒരു നിയന്ത്രണമല്ല, മറിച്ച് രാജ്യത്തെ
രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞയാണ്. ഓരോ പൗരനും സ്വയം അച്ചടക്കം പാലിച്ചാൽ ഇന്ത്യക്ക് ഏത് ആഗോള പ്രതിസന്ധിയും അതിജീവിക്കാനാകുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഈ 14 നിർദ്ദേശങ്ങൾ കേവലം ഒരു പട്ടികയല്ല, മറിച്ച് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഇറക്കുമതി കുറയ്ക്കുക, ആഭ്യന്തര ഉൽപാദനം കൂട്ടുക, ഇന്ധനം ലാഭിക്കുക എന്നിവയിലൂടെ മാത്രമേ ഇന്ത്യക്കൊരു ആഗോള ശക്തിയായി നിലനിൽക്കാൻ സാധിക്കൂ. ഒരു വർഷത്തേക്ക് നാം വരുന്ന ഈ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ മാറ്റിമറിക്കും. രാജ്യത്തിന് വേണ്ടി ഈ മാറ്റങ്ങൾ എടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുക എന്നതും പ്രധാനമാണ്.